ഈ ക്രിസ്മസ് ദിനത്തിലും ക്രിസ്മസ് ആഘോഷങ്ങളില്ലാത്ത മുനമ്പം ജനതയുടെ ക്രിസ്മസ് ദിനത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ക്രിസ്മസ് ദിനത്തിൽ നിരാഹാര സമരവുമായി മുനമ്പം ജനത മുന്നോട്ട് പോവുകയാണ്. മുനമ്പത്തെ 645 കുടുംബങ്ങളിൽ നിന്നും ഓരോ അംഗങ്ങൾ വീതം ഇന്ന് നിരാഹാരമിരിക്കും. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ് മുനമ്പം തീരദേശവാസികൾ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉച്ചയ്ക്ക് മുനമ്പത്തെത്തും. ഈ 645 പേരാണ് ഇന്ന് നിരാഹാരം ഇരിക്കുന്നത്. എന്തായാലും ഇത്രയും ദിവസങ്ങൾ നീണ്ട വലിയ സമരം, അതുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് മുനമ്പം നിവാസികളുടെ തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നതുവരെ ഈ സമരം തുടരുക തന്നെ ചെയ്യും. അത് പ്രാവർത്തികമായി കാണുന്നതുവരെ ആ സമരപ്പന്തലിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയാണ് അവിടെയുള്ള ഓരോ സമരക്കാരും. ഇന്ന് ഈ ക്രിസ്മസ് എല്ലായിടത്തും മലയാളികൾ അടക്കമുള്ള എല്ലാ ആളുകളും ഇത് ആഘോഷിക്കുമ്പോൾ മുനമ്പം നിവാസികൾക്ക് ഇപ്പോഴും ഇന്നും ആഘോഷമില്ല എന്നുള്ള വളരെ ദുഃഖകരമായ അവസ്ഥ, അവരുടെ ദുരവസ്ഥയാണ്. അത് അധികൃതർ കാണേണ്ടത് തന്നെയാണ്. പലതവണ പല ആളുകൾ അവിടേക്ക് സമരപ്പന്തലിലേക്ക് ഐക്യദാർഢ്യവുമായി എത്തിയെങ്കിലും ഒരു ശാശ്വതമായ പരിഹാരം മുനമ്പത്തേക്ക് എത്തുന്നില്ല എന്ന അവരുടെ ആരോപണത്തിന് കഴമ്പുണ്ട്. നവമി ദിനേശ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. നവമി, ഗുഡ് മോർണിംഗ്. പക്ഷെ മുനമ്പത്തുകാർക്ക് ഇന്നും സമരത്തിന്റെ ദിവസമാണ്. ക്രിസ്മസ് ദിനത്തിലും നിരാഹാരം തന്നെയാണ് അവരുടെ പദ്ധതി. എന്തൊക്കെയാണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ? അശ്വതി, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ക്രിസ്മസ് ആശംസകൾ. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മുനമ്പം നിവാസികൾക്ക് ഇന്ന് ഒരു ദുഃഖത്തിൻ്റെ ദിനമാണ്. കാരണം അവരുടെ നിരാഹാര സമരം അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 75 ദിവസങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് വരെ അവർ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന തീരുമാനത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മുനമ്പത്ത് പോയപ്പോൾ അവർ പറഞ്ഞത് ഈ ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുന്നതിന് മുൻപ്, അതായത് സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ അന്ന് ഞങ്ങൾ ഉന്നയിച്ച ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഞങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷിക്കണം, ഞങ്ങൾക്ക് സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടു കൂടി ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കണം. ഇന്നിപ്പോൾ വി.ഡി. സതീശനും മുനമ്പത്തേക്ക് എത്തുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ ആളുകൾ മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യവുമായി സമരപ്പന്തലിലേക്ക് എത്തുന്നു. പക്ഷെ പ്രശ്നപരിഹാരം എവിടെ? അവർ എത്രയോ ദിവസങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം അത് ആവർത്തിക്കുകയാണ് ഈ ക്രിസ്മസ് ദിനത്തിലും. ഇനി എന്തൊക്കെ ആഘോഷങ്ങൾ വന്നാലും തങ്ങൾക്കത് ആഘോഷിക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരപ്പന്തലിൽ തുടരാനാണ് മുനമ്പത്തുകാരുടെ തീരുമാനമെന്നറിയുന്നു. എന്തായാലും ഇന്ന് പ്രതിഷേധ ക്രിസ്മസ് ആണ് മുനമ്പത്തുള്ളത്. 645 പേർ ഇന്നും അവിടെ നിരാഹാരം ഇരിക്കുന്നുണ്ട്. ഓരോ കുടുംബത്തിലെയും ഓരോ അംഗങ്ങളാണ് ഇന്ന് അവിടെ നിരാഹാരം ഇരിക്കുന്നത്. ഇന്ന് വി.ഡി. സതീശൻ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയമായ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ അത് മുനമ്പംകാർക്കൊപ്പം ഏത് രീതിയിലാണ് UDF നിൽക്കുക, കോൺഗ്രസ് നിൽക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ, ആ വാക്കുകളിലേക്ക് നമുക്ക് ശ്രദ്ധ കൊടുക്കേണ്ടി വരും. എന്തായാലും ഇന്ന് നിരാഹാര ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. പ്രതിഷേധ ക്രിസ്മസ് ആയാണ് ഇന്നത്തെ ക്രിസ്മസ് മുനമ്പംകാർ ആഘോഷിക്കുന്നത്. സമരപ്പന്തലിൽ തന്നെ ആളുകൾ തുടരും. 645 പേർ നിരാഹാരം അനുഷ്ഠിക്കും. നവമി, തുടർന്നോളൂ. അശ്വതി, മുനമ്പം നിവാസികളെ സംബന്ധിച്ച് അവർക്ക് കൂടി ദിവസമാണ്. അത്ര ആഘോഷങ്ങളുള്ള ഒരു ദിവസം, അല്ലെങ്കിൽ കുടുംബങ്ങളിൽ നക്ഷത്രങ്ങളോ പുൽക്കൂടുകളോ ഒന്നും തന്നെയില്ല, ആഘോഷങ്ങളില്ല. ഇന്ന് ഓരോ കുടുംബത്തിലുള്ളവരും ആ നിരാഹാര പന്തലിലെത്തി അവരും നിരാഹാരം അനുഷ്ഠിക്കുകയാണ്. ഇന്നലെ ഒക്കെ മുനമ്പം സമരസമിതിയും ഒപ്പം അവിടെ ബിഷപ്പുമാരും മറ്റ് മെത്രാന്മാരും ഒക്കെ ഇന്നലെ ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ CN രാമചന്ദ്രനെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും അവർ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് മാധ്യമങ്ങളെ കണ്ടത്. തങ്ങളുടെ അവകാശങ്ങൾ അത് തിരിച്ചു കിട്ടും, ഇത് വക്കഭൂമി അല്ല എന്ന് ഉറപ്പിക്കേണ്ട രേഖകളെല്ലാം തങ്ങൾ കൈമാറി എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും ജുഡീഷ്യൽ കമ്മീഷനെ വിശ്വസിച്ചിരിക്കുകയാണ് ആ മുനമ്പം നിവാസികൾ. പക്ഷേ അപ്പോഴും ഇന്ന് ക്രിസ്മസ് ദിനമാണ്, അവർ ആഘോഷിക്കേണ്ട, സന്തോഷിക്കേണ്ട, ഒരുമിച്ചിരിക്കേണ്ട ദിവസമാണ്. പക്ഷെ അവർ ഇന്ന് സമരപ്പന്തലിൽ നിരാഹാരം ഇരിക്കുകയാണ്. പള്ളികളിൽ, ഈ മുനമ്പം പള്ളിയിൽ
നക്ഷത്രങ്ങളില്ല, പുൽക്കൂടില്ല, ആഘോഷങ്ങളൊന്നും തന്നെയില്ല, വീടുകളിലും ആഘോഷങ്ങളില്ല, ആഹാരം വെക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് മുനമ്പം നിവാസികൾ ഇന്ന് കടന്നു പോകുന്നത്. എന്തായാലും ഇന്ന് 10 മണിക്ക് ആരംഭിക്കുന്ന നിരാഹാര സമരം 5 മണിവരെ ആയിരിക്കും. അതിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രതിപക്ഷ നേതാവ് മുനമ്പം സന്ദർശിക്കും. ഇന്ന് സമരമിരിക്കുന്ന മുനമ്പം നിവാസികൾക്കൊപ്പമായിരിക്കും ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ക്രിസ്മസ് ആഘോഷിക്കുക എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രായമായവരൊക്കെ ഇന്ന് ആ സമരമുഖത്തുണ്ടാകും. ഇന്ന് ക്രിസ്മസ് ദിനമാണ്. അവരെ സംബന്ധിച്ച് അത്രയേറെ ആഘോഷിക്കേണ്ട, അത്രയേറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പക്ഷേ അങ്ങനെ ഒരു ദിവസത്തിൽ അവർ സമരമിരിക്കുന്നു, അതും നിരാഹാര സമരമിരിക്കുന്നു, ആഘോഷങ്ങളില്ല, തങ്ങളുടെ വീട് കൈവിട്ടു പോകുമോ എന്ന ആശങ്കയിലാണ് ഓരോ ദിവസവും അവർ കഴിഞ്ഞു വരുന്നത്. എന്തായാലും സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, ജുഡീഷ്യൽ കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. എങ്കിൽ പോലും ഇന്നത്തെ ഒരു ദിവസം, അന്ന് കഴിഞ്ഞ ഈ സർവകക്ഷി യോഗം, മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിലും ഇവർ ഉന്നയിച്ച ഒരേ ഒരു ആവശ്യം, ക്രിസ്മസിന് മുൻപെങ്കിലും ഇതിലൊരു അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കുക. കാരണം ഞങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷിക്കേണ്ടതാണ്. കുടുംബത്തോടൊപ്പം സന്തോഷിച്ചിരിക്കേണ്ട സമയത്ത് ഇങ്ങനെ സത്യാഗ്രഹം ഇരിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ സർവകക്ഷി യോഗത്തിലും തീരുമാനമുണ്ടായില്ല. ജുഡീഷ്യൽ കമ്മീഷൻ ആകട്ടെ 3 മാസത്തിനുള്ളിലായിരിക്കും, ഫെബ്രുവരിയോടുകൂടി മാത്രമായിരിക്കും ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. ഈസ്റ്ററിന് മുൻപെങ്കിലും ഞങ്ങളുടെ ഈ അവകാശങ്ങൾ തിരിച്ച് ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് അവർ ഇപ്പോഴും കഴിയുന്നത്. എന്തായാലും 10 മണിക്കായിരിക്കും മുനമ്പം നിവാസികളുടെ ഇന്നത്തെ നിരാഹാര സമരം ആരംഭിക്കുക. അശ്വതി, നക്ഷത്രങ്ങളില്ലാത്ത, പുൽക്കൂടില്ലാത്തൊരു ക്രിസ്മസ് കൂടി കടന്നു പോവുകയാണ് അവരുടെ ഈ പ്രതിഷേധ തിരയിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ വാശി കൂടി വരികയാണ്, അല്ലെങ്കിൽ അവരുടെ ദുഃഖം കൂടി വരികയാണ് എന്നുള്ളതാണ്. ഓരോ ആഘോഷങ്ങൾ പോലും അതിൽ പോലും പങ്കെടുക്കാതെ ഈ നിരാഹാര സമരത്തിലേക്കൊക്കെ എത്തുമ്പോൾ രാഷ്ട്രീയത്തിനപ്പുറം ഇത് അവരുടെ ജീവിതമാണ്, അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അത് ഏത് രീതിയിൽ ഇനി പരിഗണിക്കുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കരുതേണ്ടത്. അശ്വതി, ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ മുനമ്പം, അതായത് വഖഫ് ഉന്നയിക്കുന്നത് പ്രകാരം ഈ മുനമ്പം നിവാസികൾ താമസിക്കുന്ന ഇടം ഇത് വഖഫ് ഭൂമിയാണ്. ഇത് അവർക്ക് തിരിച്ചു നൽകണം. സർക്കാർ ഈ മുനമ്പത്ത് താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കണം. അങ്ങനെയായിരുന്നു ഈ വഖഫ് ബോർഡ് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ. പക്ഷേ മുനമ്പം നിവാസികളെ സംബന്ധിച്ച് അവർ പറയുന്നത്, ഞങ്ങളുടെ പൂർവികരായി താമസിക്കുന്ന ഇടമാണ്, ഞങ്ങൾക്ക് ഇതിന്റെ കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്, ഞങ്ങളിത് ഫറൂഖ് കോളേജിൽ നിന്നും ഞങ്ങൾക്ക് ദാനം കിട്ടിയതാണ്, അത് പിന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചതുണ്ട്, ഇതിന്റെ എല്ലാം രേഖകളും ആധാരവും എല്ലാം ഞങ്ങളുടെ പക്കലുണ്ട്. പിന്നെ എന്ത് അവകാശമാണ് വഖഫ് ബോർഡ് ഇവിടെ ഉന്നയിക്കുന്നതെന്ന് അവർക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഈ ജുഡീഷ്യൽ കമ്മീഷൻ ആവശ്യപ്പെട്ട പ്രകാരം ഇവർ ഓരോരുത്തരും ഇവരുടെ പക്കലുള്ള രേഖകളെല്ലാം തന്നെ ജുഡീഷ്യൽ കമ്മീഷനെ കൈമാറിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുകയും വലിയ രീതിയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. BJP നേതാക്കൾ എത്തുന്നുണ്ട്. സുരേഷ് ഗോപി എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരൻ എത്തിയിരുന്നു. ഇവരെല്ലാവരും പറയുന്നത് മുനമ്പൻ നിവാസികളുടെ ഈ ആവശ്യങ്ങൾ അത് അവർക്ക് തിരിച്ചു കിട്ടുന്നത് വരെ ഞങ്ങൾ അവരോടൊപ്പം ഉണ്ടാകും, ഈ പോരാട്ടത്തിൽ അവരോടൊപ്പം തന്നെ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരവിടെ നിന്ന് മടങ്ങുന്നത്. മുനമ്പൻ നിവാസികളെ സംബന്ധിച്ച് അവർ താമസിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പൂർവികരായി താമസിക്കുന്ന ഇടം അത് കൈവിട്ടു പോവുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അത് ചിന്തിക്കാൻ കൂടി കഴിയില്ല. ഇവിടുന്ന് മറ്റൊരിടത്തേക്ക് പുനരധിവസിപ്പിക്കുവാനും അവരെ കൊണ്ട് കഴിയില്ല. കാരണം അവർ പറയുന്നത്, ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്, ഞങ്ങൾ കടപ്പുറത്ത് ജീവിക്കുന്നവരാണ്, ഞങ്ങൾക്ക് ഇതല്ലാതെ മറ്റു വരുമാനങ്ങളില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് പോകാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിപ്പിക്കരുത് എന്നൊരാവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷെ വഖഫ് ബോർഡ് ആയിക്കോട്ടെ, ഇത് മുനമ്പം ഭൂമി, ഈ മുനമ്പത്തെ ഈ ഭൂമി അത് വഖഫ് ഭൂമിയാണെന്ന് ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ്. ഇനി എന്തായാലും ജുഡീഷ്യൽ കമ്മീഷനാണ് ഇതിലൊരു തീരുമാനം ഉണ്ടാകുക. ജുഡീഷ്യൽ കമ്മീഷൻ കൃത്യമായി ഈ ഓരോ വഖഫ് ബോർഡിനെയും റവന്യൂ വിഭാഗത്തെയും മുനമ്പൻ ജനതയോടുമെല്ലാം അവരുടെ കൈവശമുള്ള രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പ്രകാരം ഓരോരുത്തരും രേഖകൾ ഹാജരാക്കുന്നുണ്ട്. ജനുവരി 4-ന് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ അടങ്ങുന്ന സംഘം മുനമ്പം സന്ദർശിക്കുന്നുണ്ട്. അവരെ നേരിൽ കേൾക്കുവാനും അവരുടെ ആശങ്ക പങ്കുവയ്ക്കാനും ഒരു അവസരം കൂടിയാണ്. ആ 4-ാം തീയതിയുടെ സന്ദർശനത്തിന് ശേഷമായിരിക്കും കളക്ടറേറ്റിൽ ഒരു ഹിയറിംഗ് വെക്കുക. ആ ഹിയറിംഗിന് ഈ ഓരോരുത്തരും അവിടെ അഭിഭാഷകരുമായി എത്തുകയും അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയായിരിക്കും അവിടെ ഒരുങ്ങുക. അതിനുശേഷം ഫെബ്രുവരിയിലായിരിക്കും ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. ഈ റിപ്പോർട്ടിൽ എന്താണോ പറയുന്നത് അതായിരിക്കും സർക്കാർ ഇനി വരും ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഇനി മുനമ്പത്തെ ഈ ഒരു ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലെത്തുക എന്നുള്ളത് സർക്കാരിന്റെ ഭാഗത്തായിരിക്കും ഉണ്ടാകുക. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും ഉചിതമായിട്ടുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മുനമ്പൻ നിവാസികളെ സംബന്ധിച്ച് ഇത് അവരുടെ ഭൂമിയാണ്, അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള
തെളിവുകൾ, രേഖകൾ അവരുടെ കയ്യിലുണ്ട്. അത് കാണിക്കേണ്ട അധികൃതരെ എല്ലാം തന്നെ ഇതിനോടകം തന്നെ സമർപ്പിക്കുകയും ചെയ്തു. സർക്കാരും അവർക്കൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ്. ഇതിനോടകം കോൺഗ്രസിന്റെ വിവിധ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം മുനമ്പം സന്ദർശിച്ചിട്ടുണ്ട്. BJP നേതാക്കൾ സന്ദർശിച്ചിട്ടുണ്ട്. 27-ാം തീയതി മന്ത്രി പി രാജീവ് ഉൾപ്പെടുന്ന ഒരു സംഘം അവിടെ എത്തുകയും അവിടെ ഒരു സമ്മേളനം നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കക്ഷികളും അവർക്കൊപ്പമാണെന്ന് പറയുമ്പോൾ കൂടിയും മുനമ്പൻ നിവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ ഇതുവരേക്കും ആയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി സർക്കാരാണിത് ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അന്തിമ തീരുമാനം എടുക്കേണ്ടത്. പൂർണ്ണ വിശ്വാസത്തിലാണ് മുനമ്പൻ നിവാസികൾ. സർക്കാരിൽ വിശ്വാസമുണ്ട്, കേന്ദ്ര സർക്കാരിൽ വിശ്വാസമുണ്ട്. അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് അവർ ഓരോ നിമിഷവും ജീവിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് നടക്കുന്ന ക്രിസ്മസ് ദിനത്തിൽ, അത്രയേറെ സന്തോഷിക്കേണ്ട ഒരു ദിനത്തിൽ അവരെ സംബന്ധിച്ച് നിരാഹാരമായിരിക്കും. ഈ 635 കുടുംബങ്ങളിലെ ഓരോ അംഗങ്ങൾ വീതവും ഈ നിരാഹാര പന്തലിലെത്തി നിരാഹാരം അനുഷ്ഠിക്കും. വൈകുന്നേരം 5 മണി വരെ ആയിരിക്കും ഇവരുടെ നിരാഹാരം. വീടുകളിലൊന്നും, നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശിച്ചപ്പോൾ വീടുകളിലൊന്നും തന്നെ നക്ഷത്രങ്ങളില്ല, പുൽക്കൂടുകളില്ല, പള്ളിയിലായിക്കോട്ടെ ഒരു അലങ്കാരവുമില്ല. അവരൊക്കെ അത്രയേറെ ദുഃഖത്തിലാണ്. അവരെ ഈ ഒരു എങ്ങനെയാണ് ഞങ്ങളുടെ കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഞങ്ങൾ ആഘോഷിക്കേണ്ടത്, സന്തോഷിക്കേണ്ടത് എന്നൊരു ചോദ്യമാണ് അവർ ഞങ്ങളോടൊക്കെ ചോദിച്ചത്. എന്തായാലും 10 മണിയോടുകൂടി ആരംഭിക്കുന്ന ഈ ഒരു നിരാഹാരം, പക്ഷെ അത് ഇന്നത്തെ ദിവസം കഴിഞ്ഞ് അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ന് 75 ദിവസമായി. ഓരോ ദിവസവും ഈ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിലൊക്കെ ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു ഈ നിരാഹാര സമരം അവസാനിപ്പിക്കണം, നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകാൻ സർക്കാരും ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എങ്കിൽ കൂടിയും അവർ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ഈ അവകാശങ്ങൾ അവസാനം കിട്ടുന്നതുവരെ, അല്ലെങ്കിൽ ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതുവരെ ഈ സമരം തുടരുമെന്നാണ് അവരും പറയുന്നത്. ശരി നവമിക്കും ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. എങ്ങനെയാണ് ഇന്നിപ്പോ റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ ക്രിസ്മസ് ആഘോഷം എങ്ങനെയാണ് നവമിയുടെ? ഇന്നത്തെ ക്രിസ്മസ് ആഘോഷം എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മുനമ്പത്തേക്ക് തിരിക്കും. മുനമ്പം നിവാസികൾക്കൊപ്പമായിരിക്കും ഇവിടത്തെയും ക്രിസ്മസ്. അതാണ് ക്രിസ്മസ് ആഘോഷം. നവമിക്ക് ഇത്തവണ ക്രിസ്മസ് ഇല്ല എന്ന് പറയാം അല്ലേ? ക്രിസ്മസ് അങ്ങനെയും പറയാം. ശരി, എന്തായാലും നല്ലൊരു ദിവസം ഓഫീസിൽ തന്നെയായിരിക്കും. അതെ അതെ അതെ, എന്തായാലും നമുക്കൊക്കെ ക്രിസ്മസ് നമ്മളെല്ലാം വേണ്ടി പോയവർ, അതെ, നമ്മളെല്ലാവരും ജോലിയിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് പരിമിതമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം. എന്തായാലും വെരി ഹാപ്പി ക്രിസ്മസ് ടു യു. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഒരുപാട്